ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്ന കറി വളരെയധികം ഇഷ്ടമായിട്ടുള്ള കറിയാണ്. അപ്പോൾ എനിക്കും കുറച്ച് മാമ്പഴം കിട്ടിയപ്പോൾ അത് വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി കറി തയ്യാറാക്കി നിങ്ങളുമായിട്ട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ തൊലി പെട്ടെന്ന് പൊളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇതായിപ്പോൾ ഇത്രയും മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത്രയും മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ മോരുകറി ഒക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു ചെറിയ ചട്ടിയാണ്, മൺചട്ടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര അധികം മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ചെയ്തെടുക്കുക, ഇല്ലാത്തവർ ഇങ്ങനത്തെ ഒരു പാത്രത്തിലായാലും ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 5 പച്ചമുളക്, ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത്രയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് മാങ്ങ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ കിടന്ന് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റിയിട്ട് ഒരു 1/4 ഭാഗത്തോളം ആവും വെള്ളം. ആ ഒരു സമയത്താണ് നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-8 ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം കൂടുതൽ എടുക്കരുത് കേട്ടോ, കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ 5-6 കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പീരയുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും ഒന്ന് അടിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കറക്കിയിട്ട് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ മാങ്ങയൊക്കെ വെന്തിട്ട് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചാറിനും അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഉപ്പും മധുരവും എരിവും ചെറിയൊരു പുളിയുടെ ടേസ്റ്റും കൂടി വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങ അരച്ചതൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിയുള്ള തൈരും ആയിരിക്കണം. 1/2 ലിറ്റർ തൈരാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം തൈര് തിളക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു ലൈറ്റിൽ മോരുകറിയുടെ കറക്റ്റ് കളർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് ആ ലൈറ്റ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ നല്ല കറക്റ്റ് മഞ്ഞ കളറിൽ മോരുകറിയുടെ അതേ കളറിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കുന്നത് പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടി മധുരവും പുളിയും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. ചിലവർക്ക് പുളി എടുത്ത് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോരുകറിയിൽ മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കറിക്ക് കാണാനായിട്ട്. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ മോരുകറിയിലേക്ക് ഈ താളിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയും പലതരത്തിലുള്ള പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറന്നു പോകരുതേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.